ഇടതുപക്ഷത്തിന്റെ പൊന്നാമരം കോട്ടയായ പാലക്കാട് 25,000-ൽ പരം ലീഡ് VK ശ്രീകണ്ഠൻ. അപ്പൊ CPM-ന് LDF-ന് എന്താണ് സംഭവിക്കുന്നത്? പാലക്കാടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നോക്കൂ. വടകരയിൽ 19,203 വോട്ടിനാണ് ഷാഫി ലീഡ് ചെയ്യുന്നത്. വ്യക്തമായ ഒരു ലീഡിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സംഖ്യയാണത് വടകരയിൽ. എങ്കിലും ഇനിയും അല്പം കൂടി കാത്തിരിക്കണം. പക്ഷെ പാലക്കാട്ടെ കാര്യം കഴിഞ്ഞ 10,000-ന്റെ ലീഡ് ഉണ്ടായിരുന്നു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് ഇത്രയും വലിയ ലീഡിലേക്ക് ഈ വോട്ടുകൾ കഴിയുന്നത് മലമ്പുഴ, കോങ്ങാട് ഇടതിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. പട്ടാമ്പി അടുത്ത അപ്ഡേറ്റിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷമല്ല ലീഡ് 1 ലക്ഷം കടക്കുവോ? 6 അക്കത്തിലേക്ക് എത്തുവോ? 98,628. ഹാർബറിൽ അഭിഷേക് ബാനർജിയുടെ ഭൂരിപക്ഷം നിലവിൽ 1 ലക്ഷം കടന്നിരിക്കുന്നു. ബംഗാളിൽ നിന്ന് അഭിഷേക് ബാനർജി തിരുവനന്തപുരത്തെ സസ്പെൻസിൽ ലീഡ് കുറയുകയാണ്. അവിടെ NDAക്ക് തിരുവനന്തപുരത്ത് ലീഡ് കുറയുന്നു. 3,310ലേക്ക് കുറയുകയാണ്. ആറ്റിങ്ങൽ കുറഞ്ഞു വരുന്നു. 927 വോട്ടിന് മാത്രമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നത്. ആറ്റിങ്ങലിൽ ലീഡ് കുറയുന്നു. അതേസമയം കണ്ണൂരിൽ K സുധാകരൻ 20,958 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. നമുക്ക് ആലത്തൂരിന്റെ വിധി ഏറെക്കുറെ 9,966, അതായത് 10,000-ലേക്ക് K രാധാകൃഷ്ണൻ അടുക്കുകയാണ്. സംസ്ഥാനത്തെ പാറ്റേണിന് വിരുദ്ധമായി ആലത്തൂരിൽ LDF ജയിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം രാധേട്ടൻ അത്രയും ജനകീയനാണ്, ജൈവബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു രാധേട്ടൻ ഫാക്ടറിനപ്പുറത്ത് ആലത്തൂരിലെ ഈ വലിയ ജയത്തിന് പിന്നിലൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. അത് മാത്രമല്ല അഭിലാഷ്, ആലത്തൂർ മണ്ഡലം എടുത്ത് നോക്കൂ. സമ്പൂർണമായി LDF-ന് തേരോട്ടമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ്. കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര, തരൂർ, നെന്മാറ, ചിറ്റൂർ, ഇതെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ. അയോധ്യയിൽ BJP പിന്നിൽ. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP-യുടെ ഇമ്രാൻ മസൂദ് മുന്നിലാണ്. അവിടെ കനൌജിൽ അഖിലേഷ് യാദവ് 35,675 വോട്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ വാരാണസിയിൽ നരേന്ദ്രമോദി ഭൂരിപക്ഷം 31,000 വോട്ടുകൾക്ക് നിലവിൽ മുന്നിൽ. വാർത്ത 20,000 കടന്നിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജ് 21,637. പുതിയ അപ്ഡേറ്റ് വരുന്നു. അവിടെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ലീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ പറ്റില്ലെങ്കിലും അതൊരു ഭൂരിപക്ഷമാണ് എന്ന സൂചന നൽകുന്ന നമ്പറിലേക്ക് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിൽ നമ്മുടെ ചാനലിൽ പിറവത്ത് പോത്തുംപിടിയും വിതരണം നടത്താൻ പോകുന്നു. ഇന്ന് രാവിലെ ഞാൻ 5 മണിക്ക് വാർത്ത വായിച്ചു. 6 മണിയായപ്പോൾ അവിടെ ലൈവ് വരികയാണ്. അവിടെ പോത്തുംപിടിയും ഫ്രാൻസിസ് ജോർജ് ലീഡിംഗ് ഇൻ കോട്ടയം. മധ്യകേരളത്തിന്റെ ചിത്രം ഇത്തവണ UDF-നൊപ്പം തന്നെയാണ്. മുന്നണി മാറ്റത്തിന്റെ ആ രാഷ്ട്രീയത്തിലും UDF-ന് പിടിച്ചു നിൽക്കാൻ കഴിയും ഇടുക്കിയുടെ പഴയ MP-യിലൂടെ എന്ന ആവേശം പ്രകടിപ്പിക്കുന്ന ഊർജ്ജമാണ് ഇപ്പോൾ 21,000 വരുന്നത്. തമിഴ്നാട് നോക്കൂ, 37-1 ഈ NDA-യുടെ 1 എന്ന് പറയുന്നത് PMK-യുടെ ഒരു സീറ്റാണ്. എന്തൊക്കെ പറഞ്ഞു? ധർമ്മപുരി, അണ്ണാമലൈ, കച്ചത്തീവ് തൊടാൻ പറ്റുന്നില്ല. തമിഴ്നാട് തൊടാൻ പറ്റുന്നില്ല. കൊണ്ടുവന്ന് രാജിവയ്പ്പിച്ച് ചെന്നൈയിൽ മത്സരിപ്പിക്കുന്നുണ്ട്. അവിടെ വിജയപ്രതീക്ഷയുണ്ടായിരുന്നു. പണ്ട് ഓർമ്മയിലെ 2019 കുമ്മനത്തെ രാജിവയ്പ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വിജയിപ്പിക്കാൻ വേണ്ടി മത്സരിച്ചത്. സമാനമായ സാഹചര്യം ചെന്നൈയിലും തിരുവനന്തപുരത്ത് സംഭവിച്ചത് ചെന്നൈയിൽ ഇക്കുറി സംഭവിക്കുകയാണ്. അണ്ണാമലയും അതുപോലെ തന്നെ തമിഴിസായി സൗന്ദരരാജനും രണ്ടുപേരും പരാജയം രുചിക്കുകയാണ്. രാജീവ് നേരത്തെ ഷൈജു പറഞ്ഞൊരു കാര്യമുണ്ട്, അതേഴ്സിലേക്ക് നോക്കണമെന്ന്. ആ 24 പൊന്നും വിലയുള്ള സ്ഥാനാർത്ഥികൾ അവിടേക്ക് കറങ്ങുന്നു. പക്ഷേ 272-ലേക്ക് താഴെ പോകുന്നു. നിലവിൽ NDA 254-ലേക്ക് ഇന്ത്യ സഖ്യം എത്തുന്നു. ഇന്നത്തെ വൈകുന്നേരത്തിലെ മീറ്റിംഗിന് കുറച്ചൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാകും. വെറുതെ ആയിരിക്കില്ല മമതാ ബാനർജി വങ്കനാട്ടിൽ നിന്ന് സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്ന 35 മണ്ഡലങ്ങൾ 26-ലും ഭൂരിപക്ഷം 10,000-ന് താഴെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വേണമെങ്കിൽ കാറ്റ് ഇനിയും മാറി വീശാം. കേരളത്തിലെ ഏറ്റവും വലിയ ലീഡ് രാഹുൽ ഗാന്ധിക്കാണ്. 98,000 കടന്നു. രണ്ടാം സ്ഥാനത്ത് എറണാകുളത്ത് ഹൈബി ഈഡൻ 73,000 കടന്നു. UDF സ്ഥാനാർത്ഥികളിൽ 1ഉം 2ഉം രാഹുൽ ഗാന്ധിയും ഹൈബി ഈഡനും യഥാക്രമം വയനാട് ആൻഡ് എറണാകുളം. കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അത്ര ശുഭകരമല്ലാത്ത ചില വാർത്തകൾ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. മധ്യപ്രദേശിൽ ഒരു ഘട്ടത്തിൽ 2 സീറ്റ് വരെ അവർ ലീഡ് ചെയ്തിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇപ്പോൾ 1 സീറ്റും ലീഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഗുജറാത്തിൽ 3 സീറ്റ് വരെ ലീഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 1 സീറ്റിലേ ലീഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള അത്ര ശുഭകരമല്ലാത്ത ചില വാർത്തകളും വരുന്നു. പക്ഷേ ബീഹാറിൽ ആദ്യഘട്ടത്തിൽ ഇന്ത്യ മുന്നണി 7 സീറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് 8 സീറ്റായി, 9 സീറ്റായി. ഇപ്പോൾ 10 സീറ്റിൽ ബീഹാറിൽ ലീഡ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ 27,091. സുരേഷ് ഗോപിയുടെ ലീഡ് വീണ്ടും സുരേഷ് ഗോപിയുടെ തേരോട്ടമാണ്.
തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ തേരോട്ടമാണ്. അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തു. അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി ഇങ്ങ് എടുത്തു. തൃശ്ശൂർ എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് തരണം. കുറെ നാളുകളായി നടത്തിയ ചിട്ടയായ പ്രവർത്തനം, വളരെ കൃത്യമായ ഒരു കേഡർ സംവിധാനത്തോടു കൂടിയുള്ള പ്രവർത്തനം, സുരേഷ് ഗോപിയുടെ ആ ഒരു ഇമേജ്, ഒരു ഇൻഡിവിജ്വൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സുരേഷ് ഗോപിയുടെ കൾട്ട് ഫിഗർ, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോ താമര വിരിയുന്നു, കമലദളം വിരിയുന്നു തൃശ്ശൂരിൽ. ദേശീയ തലത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ബഹ്റാംപൂരിൽ അധിർ രഞ്ജൻ ചൗധരിയും മുർഷിദാബാദിൽ അതുപോലെ തന്നെ മുഹമ്മദ് സലീമും ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് നിന്നുള്ള പുതിയ വിവരം 17,561 കാസർഗോഡ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് പ്രകാരം 17,561 വോട്ടുകൾക്ക് ഒരു കംഫർട്ടബിൾ ആയ ലീഡിലേക്ക് കാസർഗോഡ് കണ്ണൂരിൽ 20,000 പുറത്ത് അതും കംഫർട്ടബിൾ ആണ്. വടകര നോക്കൂ, വടകരയും 20,331 വയനാട്